എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന നമ്മുടെ ഹാൾ ടിക്കറ്റ് സൈറ്റിൽ എത്തിയിട്ടുണ്ട്. പരീക്ഷാ ഭവന്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ പരീക്ഷാ ഭവന്റെ സൈറ്റിൽ കയറിയതിന് ശേഷം അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈറ്റിൽ കയറുന്ന സമയത്ത് അതാ ഇങ്ങനെയാണ് നമ്മൾക്ക് അല്ലെ, നമ്മളുടെ എക്സാം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അല്ലേ. 30-നും 31-നുമാണ്. ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് മാർച്ച് 2023. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഹിയർ അല്ലെ, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ഫോർ Ktet എക്സാമിനേഷൻ മാർച്ച് 2023. നമ്മളിവിടെ എന്തൊക്കെ അടിച്ചു കൊടുക്കണം? അപ്ലിക്കേഷൻ നമ്പർ. നിങ്ങൾ അപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലൊരു അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടായിരുന്നു അല്ലെ. അപ്ലിക്കേഷൻ നമ്പർ അയക്കുക, അപ്ലിക്കേഷൻ ID ആൻഡ് ഏത് കാറ്റഗറി ആണ് എന്നുള്ളതും. അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ IDയും കൊടുത്ത് കാറ്റഗറി കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി 1 ആണോ, കാറ്റഗറി 2 ആണോ, കാറ്റഗറി 3 ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഡൗൺലോഡ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ Ktetന്റെ എന്താ പറയുക, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ അതിന്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കയറിയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എയിം സ്റ്റഡി സെന്റർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് Ktetനും LPUPക്കും ഒക്കെ ഓൺലൈനായും ഓഫ്ലൈനായിട്ടും ശ്രീ ലേണിംഗ് ആപ്പിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ നൽകി വരുന്നത്. ഇനി നമ്മൾ പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ് Ktetനും LPUPക്കും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കും ഏത് ഡൗട്ട് ക്ലാരിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ട് എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. കഴിഞ്ഞ ഒരു തവണ മാത്രം, കഴിഞ്ഞ Ktetന്റെ പരീക്ഷയിൽ മാത്രം 500-ലധികം വിജയികളെയാണ് എയിം സ്റ്റഡി സെന്ററിന് സമ്മാനിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഇൻഫർമേഷൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ഇതുപോലെയുള്ള അപ്ഡേഷൻസുമായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നന്ദി.